ഹലോ, എല്ലാവരും നമ്മളടുത്ത് വന്നിട്ട് ചോദിക്കുന്നത് താരൻ മാറാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. താരൻ മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് മുമ്പ് താരൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. മലാസിസിയ എന്ന ഫംഗസ് നമ്മുടെ തലയോട്ടിയുടെ പ്രതലത്തിൽ വളരാൻ ആരംഭിക്കുന്നതാണ് താരൻ ഉണ്ടാകാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് എങ്ങനെയെന്നാണെങ്കിൽ വൃത്തിയില്ലായ്മ, വീര്യം കുറഞ്ഞതോ കൂടിയതോ ആയ ഷാമ്പുവിന്റെ ഉപയോഗം, ഡെഡ് സെൽസ് അമിതമായി അവശേഷിക്കുമ്പോഴും, അതുപോലെ തന്നെ താരനുള്ള ആൾ ഉപയോഗിച്ച ടർക്കി, കോമ്പ് എന്നിവ ഉപയോഗിക്കുന്നതും, രക്തമില്ലായ്മ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ഇന്നത്തെ കസ്റ്റമറാണ് കേട്ടോ. നമ്മൾ സ്പാ ചെയ്യാൻ വന്നതാണ്. സ്മൂത്തനിങ് ചെയ്ത ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് തന്നെ റൂട്ടൊക്കെ അത്യാവശ്യം ചേഞ്ച് ആയിട്ടുണ്ട്. സ്പാ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി മുടിയുടെ കണ്ടീഷനൊക്കെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം സ്കാൽപ്പിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്തത് ഡാൻഡ്രഫ് സ്പാ ആണ്. എന്തായാലും നമുക്ക് ഫൈനൽ റിസൾട്ട് ഒന്ന് കാണാം. നമ്മൾ ഇതിനകത്ത് പ്രൊസീജിയർ ഒന്നും കൊടുത്തിട്ടില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നുള്ളത്. ഡാൻഡ്രഫ് സ്പാ ഒരു തവണ ചെയ്തത് കൊണ്ട് ഒരിക്കലും കംപ്ലീറ്റ്ലി താരൻ പോകുമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 4-5 സിറ്റിംഗ് ഡാൻഡ്രഫ് സ്പാ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ ഡാൻഡ്രഫ് കംപ്ലീറ്റ്ലി മാറ്റാനും ഹെയർ